നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് സെൻറ്ററിങ് ചെയ്ത് ഡിസ്കഷൻ ആരംഭിക്കാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനം തുടരുക. ഓക്കെ. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. ഛാന്തോക്യ ഉപനിഷത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലെ 3-ാം ഖണ്ഡം 1-ാമത്തെ ശ്ലോകം. വൃഷ്ടൗ പഞ്ചവിധം സാമോപാസീത പുരോവാതോ ഹിങ്കാരോ മേഘോ ജായത്തെ സ പ്രസ്താവോ വർഷതി സ ഉദ്ഗീതോ വിദ്യോതതേ സ്തനയതി സ പ്രതിഹാര. മഴക്കൊടുങ്കാറ്റിൽ ഒരുവൻ 5 തരത്തിലുള്ള സാമനെ ഉപാസിക്കണം. മുമ്പുള്ള കാറ്റ് ഒരു ഹിങ്കാരമാണ്. ഉണ്ടാകുന്ന മേഘം പ്രസ്താവമാണ്. മഴ ഒരു ഉദ്ഗീതമാണ്. ഇടിമിന്നൽ ഇടിവെട്ട് പ്രതിഹാരമാണ്. 2-ാമത്തെ ശ്ലോകം. ഉദ്ഗൃഹ്ണാതി തന്നിധാനം വർഷതി ഹാസ്മൈ വർഷയതി ഹയ ഏതദേവം വിദ്വാൻ വൃഷ്ടൗ പഞ്ചവിധം സാമോപാസ്തേ. അത് ഉയർത്തുന്നു. അത് നിധാനം ആണ്. അത് അവനായി പെയ്യുന്നു. അവൻ മഴയ്ക്ക് കാരണമാണ്. ഇതറിയുന്നവൻ 5 തരത്തിലുള്ള സാമനെ ഒരു മഴ കൊടുങ്കാറ്റിൽ ഉപാസിക്കുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ഛാന്തോക്യ ഉപനിഷത്ത് സൃഷ്ടിയുടെ പുറകിലുള്ള സൃഷ്ടാവിനെ പറ്റിയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ലോകം അനുഭവിക്കുമ്പോൾ പ്രപഞ്ചം എന്നാണ് പറയുന്നത്. അത് ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്നതാണ് ഈ പ്രപഞ്ചം. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ലോകം അനുഭവിക്കുമ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ പലപ്പോഴും കുടുങ്ങിപ്പോവാറുണ്ട്. ഏതൊരു അനുഭവവും പൂർണ്ണമാക്കുന്നത് 5 ഇന്ദ്രിയങ്ങളും കൂട് ഇൻവോൾവ് ആകുമ്പോഴാണ്. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങൾ ആർക്കാണ് ഇതെല്ലാം കാണിച്ച് കൊടുക്കുന്നത്? ഇതാണ് നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യം. പ്രപഞ്ച സൃഷ്ടി അതവിടെ ഉണ്ട് എന്ന് അറിയുന്നവൻ ആരാണ്? ഇപ്പോൾ ഒറിജിനൽ സ്രോതസ്സിൽ നിന്നും സൃഷ്ടി സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ അവിടെ സൃഷ്ടി സംഭവിക്കാൻ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായി. അപ്പോൾ ആ സൃഷ്ടി സംഭവിച്ചു കഴിഞ്ഞിട്ട് അവിടെ സൃഷ്ടിയുണ്ട് എന്ന് തിരിച്ചറിയുന്നവൻ ആരാണ്? അതാണ് ഐഡൻറ്റിറ്റി എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബോധം ഇല്ലാത്ത ഒരു ക്രിയേഷനായിട്ട് മാറും. ക്രിയേഷൻ ഉണ്ടോ ക്രിയേഷൻ ഇല്ലേ എന്നും കൂടിയും അറിയാത്ത ഒരു അവസ്ഥയായിട്ട് മാറും. അപ്പോൾ ഈ ക്രിയേഷനെ പറ്റിയിട്ട് ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ബോധം നിലനിൽക്കാത്ത ഒരു ക്രിയേഷൻ ഉണ്ടോ എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ക്രിയേഷന് മുമ്പെയാണോ ബോധം ഉണ്ടായത്, ബോധത്തിന് ശേഷമാണോ ക്രിയേഷൻ ഉണ്ടായത്? ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ക്രിയേഷനെ പറ്റിയിട്ട് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് തന്നെ ബോധമാണ്. ആ ബോധമില്ലെങ്കിൽ ക്രിയേഷനില്ല. അപ്പോൾ ഈ ബോധവാൻ ആയതാരാണ്? അതാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായിട്ട് തലത്തിൽ ഐഡൻറ്റിറ്റി എന്നുള്ള തലത്തിൽ ആ വൈബ്രേഷൻ സോഴ്സിൽ നിന്നുള്ള വൈബ്രേഷനായിട്ട് മാറിയിട്ട് സ്പേസും ടൈമും ഡയമെൻഷനിൽ ഈ സൃഷ്ടി നടക്കുമ്പോൾ ആ സൃഷ്ടിയെ അനുഭവിക്കുന്ന ഒരു പുരുഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്.
അല്ലെങ്കിൽ ഈ സൃഷ്ടിയെപ്പറ്റി ചർച്ച ചെയ്യാൻ തന്നെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്, നമ്മൾ പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കാണുമ്പോൾ, നമ്മൾ മഴ കാണുന്നു, കൊടുങ്കാറ്റ് കാണുന്നു, കൊടുങ്കാറ്റ് അനുഭവിക്കുന്നു, ഇടിമിന്നൽ കാണുന്നു, ഇടിവെട്ട് കേൾക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള അനുഭവിക്കുന്ന ആ വ്യക്തിത്വത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കണം. ഇതാണ് ഇതിൻ്റെ എല്ലാം യഥാർത്ഥത്തിൽ ഉദ്ദേശം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഈ കാണുന്ന സൃഷ്ടിയെല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹം ആദിംശ്ച മധ്യംശ്ച ഭൂതാനാം അന്തം ഏവച. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉദ്ഭവം ഞാൻ തന്നെയാണ്, ആത്മൻ എന്നുള്ള രൂപത്തിൽ. എല്ലാത്തിൻ്റെയും തുടക്കവും ഞാനാണ്, അതിൻ്റെ അവസാനവും ഞാനാണ്, ഇടയിലുള്ളതും ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാനെന്നുള്ള ഈ ഭാവം ഇല്ലാതെയാവുമ്പോൾ ഉള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് സങ്കല്പിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഞാനില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ ലോകത്തെ അനുഭവിക്കുന്നത് എപ്പോഴാണ്? ഞാനുണ്ട് എന്നുള്ള ആ ഭാവം വന്നത് മുതലാണ്. ഞാനുണ്ട് എന്നുള്ള ഭാവം വന്നപ്പോൾ സൃഷ്ടിയെക്കുറിച്ചിട്ടും ഈ സൃഷ്ടിയിലെ പുറകിലുള്ള ശക്തികളെക്കുറിച്ചിട്ടും ശക്തിക്ക് ആധാരമായിട്ടുള്ള ഒരു സ്രോതസ്സിനെ കുറിച്ചിട്ടും ചിന്ത ഉണ്ടാവാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ മനുഷ്യൻ എന്നുള്ള ആ തരത്തിൽ പറയപ്പെടുന്നത്. അപ്പോൾ അതുവരെ സൃഷ്ടിയുണ്ട്. നമ്മളിപ്പോൾ ലോകത്തിലേക്ക് നോക്കിയാലറിയാം, കല്ലുണ്ട്, മിനറൽസ് ഉണ്ട്, മിനറൽ ലൈഫ്. അവിടെ അവർക്ക് സ്വയം ബോധമില്ല, അവർക്ക് സ്വയം പരിണമിക്കാൻ സാധിക്കില്ല. എന്താണോ അതുപോലെ തന്നെ നിൽക്കുന്നു. പിന്നെ സസ്യങ്ങളും മൃഗങ്ങളും ഉണ്ട്. അവരുടെ ജീവിതം നയിക്കണം. അവരതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഒരിക്കലും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനോ മോശമാക്കാനോ അവർക്ക് സാധിക്കും. എന്താണോ ഉള്ളത് അതുപോലെ ആവുന്നു. അപ്പോൾ അവർക്ക് സ്വയം പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്നുള്ള ഭാവം അവിടെ ഉണ്ട്. അപ്പോൾ ഞാനുണ്ട് എന്നുള്ള ഭാവം അവിടെ ഉണ്ടോ? ഞാനുണ്ട് എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അതർനെസ് അവിടെ വന്നു പോയനെ. അതർനെസ് എന്നുള്ള ബോധം ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെടണം എന്നുള്ള ആ ഒരു തോന്നൽ വരാൻ തുടങ്ങി. ഈ സ്റ്റേജിൽ നിന്ന് എനിക്ക് വളരണം, ഈ സ്റ്റേജിൽ നിന്ന് ഉയർന്ന സ്ഥിതികളുണ്ട് എന്നുള്ള ബോധം വരാൻ തുടങ്ങി. അപ്പോഴാണ് മനുഷ്യനിലേക്കുള്ള ആ പരിണാമം സംഭവിക്കുന്നത്. മനുഷ്യൻ ആയി മാറിയപ്പോൾ ഞാനുണ്ട് എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായുള്ള ശക്തികളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി, മറ്റുള്ള ജീവജാലങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും എന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് അറിവ് സൂക്ഷിച്ച് വയ്ക്കാൻ തുടങ്ങിയത്. ഇന്ന് കിട്ടിയിട്ടുള്ള അറിവ് സൂക്ഷിച്ച് വെച്ചിട്ട് നാളത്തേക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കുക, ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ഭാഷയുണ്ടായി, നമ്മൾ കണക്കുണ്ടായി, കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ വന്നത് അഹംബോധം, ഞാനെന്നുള്ള ഭാവം കൂടുതൽ ഉയർന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത് ഹൃദയമണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് ഇഷ്ടാനിഷ്ടങ്ങൾ തന്നെ കടന്നു വരുന്നത്. ഞാനുണ്ടാകുന്നുള്ള ഭാവം വന്നപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ കടന്നു വരുന്നത്. ചിലത് നല്ലതാണ്, ചിലത് ചീത്തയാണ്. അപ്പോൾ സംസ്കാരങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അതുവരെ സംസ്കാരങ്ങളും കർമ്മഫലങ്ങളും ഇല്ല. മനുഷ്യൻ്റെ തലം എത്തുന്നവരെ കർമ്മഫലം എന്ന് പറയാൻ പറ്റില്ല. എന്താണോ കാരണ ശരീരത്തിലുള്ളത്, സീഡ്സ് ഉള്ളത്, അത് അതേപോലെ അനുഭവിക്കുന്നു. ആ ജീവിതം അവസാനിക്കുന്നു. ഒരിക്കലും ഒരു മൃഗത്തിന് അസൂയ, ദേഷ്യം ഇങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരു മാനിനെ ഒരു സിംഹം കടിച്ചു കൊല്ലുകയാണെങ്കിൽ മാൻ കൂട്ടമായിട്ട് പിന്നെ സിംഹത്തിനെ ആക്രമിക്കണമെന്നില്ല. എത്രയോ മാനുകളെ സിംഹം കൊന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ ആ തരത്തിലുള്ള ഒരു റിവെഞ്ചോ അല്ലെങ്കിൽ ഹെയ്റ്റഡോ ഒന്നുമില്ല, സ്നേഹം ഇല്ല. നാച്ചുറലായിട്ടുള്ള ഇൻറ്റ്യൂഷനുള്ള ബിഹേവിയറുണ്ട്. അപ്പോൾ ഒരു നായയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല. നായയുടെ സ്വഭാവം അതാണ്, ഇൻറ്റ്യൂഷൻ അങ്ങനെയാണ്. മനുഷ്യന് അങ്ങനെയല്ല. മനുഷ്യന് യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മറച്ചു വെച്ചിട്ട് വേറൊരു സ്വഭാവം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന് പേഴ്സണാലിറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. മനുഷ്യൻ യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ്റെ ക്വാളിറ്റി എന്താണെന്ന് തന്നെ മറന്നുപോയിരിക്കുന്നു. എന്താണ് യഥാർത്ഥ മനുഷ്യൻ? ഇപ്പോൾ ഒരു മൃഗത്തിൻ്റെ സ്വഭാവം നമുക്ക് പറയാൻ സാധിക്കും. ഒരു പശു ഇങ്ങനെയായിരിക്കും, ഒരു സിംഹം ഇങ്ങനെയായിരിക്കും. വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്, ചിലപ്പോൾ നിറവ്യത്യാസം ഉണ്ടാവും. പക്ഷേ സ്വഭാവം നമുക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷേ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്താണ് അത് നമുക്ക് മനസ്സിലാവാതെ ഇരിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ ബോധം ഉണർന്നു കഴിഞ്ഞാൽ എന്നെക്കാളും ഉയർന്ന അറിവുകളുണ്ട്, ശക്തികളുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ഈഗോ അറിഞ്ഞുകൊണ്ട് തന്നെ സമർപ്പിക്കണം. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാണിക്കുന്നത് ആ സമർപ്പണമാണ്, ത്യാഗമനോഭാവം. ബോധം നിലനിൽക്കാതെ തന്നെ ത്യാഗമനോഭാവം അവിടെ കാണുന്നു. ഒരു ജീവിയും അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. സൂര്യൻ തനിക്ക് വേണ്ടിയല്ല പ്രകാശിക്കുന്നത്, മഴ തനിക്ക് വേണ്ടിയല്ല പെയ്യുന്നത്, വെളിച്ചം തനിക്ക് വേണ്ടിയിട്ടല്ല പ്രകാശിക്കുന്നത്, ചെടികൾ അവർക്ക് വേണ്ടിയല്ല കായ്ക്കുന്നത്. അവരെല്ലാം അവരുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ അവർക്ക് ലഭിക്കുന്നത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു സമർപ്പണ ഭാവമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കാണുന്നത്, സാക്രിഫൈസ് ഭാവം.
മനുഷ്യൻ ഇതാണ് കണ്ട് പഠിക്കേണ്ടത്. ബോധം ഉണർന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളതുണ്ടെന്നുള്ള ബോധം വന്നപ്പോൾ തന്നെ എല്ലാം കാരണമാണ് ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് മനുഷ്യന് വരണം. അപ്പോൾ ത്യാഗ മനോഭാവം സ്വഭാവമാക്കി മാറ്റേണ്ട ആവശ്യമുണ്ട് മനുഷ്യൻ. ആ ബോധപൂർവം ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അവയർനെസ്സോട് കൂടിയിട്ട് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെയാണ് മനുഷ്യനായിട്ട് മാറുന്നത്. തൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളും തൻ്റെ അറിവുകളും ശക്തികളും എല്ലാം യഥാർത്ഥത്തിൽ തൻ്റെ ഉള്ളിൽ നിന്ന് സോഴ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, അതൊന്നും വ്യത്യസ്തമല്ല. അതിനോടൊക്കെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്ഫുൾനെസ് അറിയാതെ വരണം. അപ്പോൾ സമർപ്പണ ഭാവം, ശരണാഗതി നമ്മുടെ സ്വഭാവമാണ്. ശരണാഗതി നമ്മുടെ സ്വഭാവമാകുമ്പോൾ നാച്ചുറലായിട്ട് കമ്പാഷൻ, മനുഷ്യൻ്റെ സ്വഭാവമാണ് കമ്പാഷൻ. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കുട്ടിക്ക് വളരുമ്പോൾ തന്നെ കമ്പാഷൻ വേണം, കരുണ, അനുകമ്പ, ഇതൊക്കെ ഒരു കുട്ടിയുടെ സ്വഭാവമാണ്. ഷെയറിങ്, എനിക്ക് ആവശ്യമുള്ളത് എനിക്കുണ്ട്, മറ്റുള്ളത് എല്ലാവരും കൊടുക്കും. എല്ലാ ജീവജാലങ്ങളും അതാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാച്ചുറൽ സ്വഭാവം ആയി മാറേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ അനുഭവങ്ങൾ കാണുമ്പോൾ, ഇവിടെ മഴയുടെ ഉദാഹരണമാണ് പറയുന്നത്, അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാക്രിഫൈസാണ്. ഈ സാക്രിഫൈസ് ആർക്ക് വേണ്ടിയിട്ടാണ് നടക്കുക? അതാണ് അവനായിട്ട് പെയ്യുന്നതാണ്. ഇതെല്ലാം പെയ്യുന്നത്, എല്ലാം സംഭവിക്കുന്നത് ആ ഈഗോന്, അതിന് സ്വയം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അഹംബോധം അതിൻ്റെ ഒറിജിനൽ സോഴ്സ് തന്നെ നിലകൊള്ളണം. ഒരിക്കലും അതിൻ്റെ സൃഷ്ടിയിൽ അട്രാക്റ്റ് ആവരുത്. മഴ പെയ്യുന്നു, ഈ വെള്ളം എനിക്കുള്ളതാണെന്ന് കൂട്ടി വയ്ക്കുക. ഒരു പുഴ നമ്മുടെ പറമ്പ് കൂടെ നടക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കും, മറ്റോട് കൊടുക്കാണ്ടിരിക്കുക. എൻ്റെ പറമ്പിൽ ഒരു മരം കായ്ക്കുകയാണെങ്കിൽ അത് എനിക്കുള്ളത് മാത്രമാണ്. ഒരു രണ്ട് പറമ്പിൻ്റെ ഇടയിൽ ഒരു മരം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന കായ ആരുടെയാണ്? മാങ്ങ ഇപ്പുറത്താണോ ഇപ്പുറത്തെയാണോ? തർക്കങ്ങൾ. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നുള്ള ആ ഭാവത്തിന് സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അറിയാതെ തന്നെ ഈ ജീവിതം, പ്രത്യേകിച്ച് ജാഗ്രത അവസ്ഥയിലുള്ള ജീവിതം, നമ്മൾ നിസ്വാർത്ഥമായിട്ട് ജീവിക്കേണ്ടതായിരുന്നു. നമുക്കൊരു സ്പിരിച്വൽ സാധനയുടെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഈഗോ ഉയരും തോറും, നമ്മുടെ ശക്തി കൂടുന്തോറും നമുക്ക് ക്രിയേഷനിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. ഇവിടെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ ഡിവൈഡ് ചെയ്യാൻ ഉള്ളൊരു തോന്നൽ വരാൻ തുടങ്ങി. കാരണം ഞാൻ ഇതെല്ലാം ഇല്ലെങ്കിൽ ഇല്ലാണ്ടാവുന്നൊരു തോന്നൽ എന്നെ ഇവിടെ നിലനിർത്തുന്ന, എൻ്റെ ഈഗോനെ ഇവിടെ നിലനിർത്തുന്ന കാര്യങ്ങളെ കൂട്ടി വയ്ക്കുക. ഈഗോ ഇല്ലാതെയാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ത്യാഗ മനോഭാവമാണ് ഈഗോനെ ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ ത്യാഗം നമ്മുടെ സ്വഭാവം അല്ലാണ്ടേ മാറി, സാക്രിഫൈസ് നമ്മുടെ സ്വഭാവം അല്ലാണ്ടേ മാറി, ആഗ്രഹങ്ങളായി നമ്മുടെ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കണം എന്ന് പറയുന്നത്. ഇത് പഠിപ്പിക്കേണ്ടി വരികയാണ്, ഒരു മനുഷ്യനെ പഠിപ്പിക്കേണ്ടി വരികയാണ് ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കണം എന്നുള്ളത്. ത്യാഗം നിൻ്റെ സ്വഭാവമാവട്ടെ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയപ്പോൾ മനുഷ്യരോട് പറഞ്ഞാണ് സാക്രിഫൈസ് ആയിരിക്കണം നിൻ്റെ സ്വഭാവം എന്ന്. അപ്പോൾ അത് മനുഷ്യൻ വിസ്മരിച്ചു. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂട്ടിവെക്കാൻ തുടങ്ങി. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം സമർപ്പണത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ഈ ജീവിതത്തെ കണ്ട് മനസ്സിലാക്കണം. ഈ ജീവിതത്തിലെ അനുഭവങ്ങൾ മുഴുവൻ നമ്മളെ യഥാർത്ഥത്തിലുള്ള ആ സമർപ്പണത്തിലേക്കും യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിൻ്റെ മാധ്യമങ്ങളാക്കാനും സഹായിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ തരത്തിലൊരു സമർപ്പണ ഭാവത്തിലേക്ക് എത്തിച്ചേരേണ്ട ആവശ്യമാണ് മനുഷ്യന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്പിരിച്വൽ സാധന നമുക്ക് യഥാർത്ഥത്തിലൊരു ബുദ്ധിമുട്ടാണ്, ഒരു ശാപമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും സ്പിരിച്വൽ സാധന വേറൊരു ജീവിക്ക് വേണ്ടി വരില്ല, നമ്മളത് ചെയ്യേണ്ടി വരുന്നു. അത് നമ്മൾ ചെയ്യുമ്പോൾ, ആ സ്പിരിച്വൽ സാധന ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഉണ്മയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സാധന ചെയ്യണം. ഈ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ആ പൂർണ്ണത തന്നെയാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവാണ് കിട്ടുന്നത്. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ പൂർണ്ണതയിൽ നിന്ന് വരുന്ന പ്രാണാഹുതി അത് നമുക്ക് ആദ്യം തന്നെ ലഭിച്ചത് വളരെ എളുപ്പമാവും. അപ്പോൾ അതാണ് ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായി എല്ലാവരെയും ഈ വളരെ വണ്ടർഫുള്ളായിട്ടുള്ള സിസ്റ്റത്തിലേക്ക് വീണ്ടും ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഇതിൻ്റെ ഗുണം ലഭിക്കാൻ ഞാൻ മാസ്റ്ററോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.